Hello students, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫിറ്റ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം എപ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്? when the number of trial is very large and probability of success is very low അല്ലേ? അപ്പോൾ n tends to infinity, p tends to 0 and average is equal to np ആവുന്ന കേസിലാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫിറ്റിംഗ് ഓഫ് എ പി ഡി അതായത് ഒബ്സർവ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും എത്രത്തോളം ഫിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ ഫിറ്റ് ബി ഡിൻ്റെ ഫോമുല നമുക്കറിയാം n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ, വേർ n നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ആണ്. അതൊരു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ NCR പി റേസ് ടു ആർ ക്യൂ റേസ് ടു n മൈനസ് ആർ ആണ്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു ആറിൻ്റെ ഫോമുല എന്താ? n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഫോമുല നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല n ഇൻറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോമുല അറിയാം. n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ, അതായത് n ഇൻറ്റു പി ഡിൻ്റെ ഫോമുല നമുക്കറിയാം ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഇ റേസ് ടു മൈനസ് എം, ഇൻ്റെ വാല്യൂ അറിയാം 2.718 ആണ് അല്ലേ. റേസ് ടു മൈനസ് എം എന്താണ്? ആവറേജ് മീൻ അല്ലേ, അത് കണ്ടുവെക്കണം. പിന്നെ എം റേസ് ടു ആർ ഇസ് ദ നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ് അല്ലേ. നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണോ അത്രയുമാണ് ആറ് വരിക എപ്പോഴും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫോമുല നമുക്കറിയാം n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈപ്പിംഗ് മിസ്റ്റേക്സ് കമ്മിറ്റഡ് ബൈ എ ടൈപ്പിസ്റ്റ് ഇസ് ഗിവൺ ബിലോ. ഒരു ടൈപ്പിസ്റ്റ് ഉണ്ടാക്കിയ മിസ്റ്റേക്സ് അതാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. എസ്യൂമിങ് എ പോയ്സൺ മോഡൽ, അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നത്, അവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മളോട് ഇവിടെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. നമുക്ക് ഒബ്സർവ് ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട്. അതായത് ഒബ്സർവ് ഫ്രീക്വൻസി എന്താണ്? മിസ്റ്റേക്ക് പെർ പേജ്. ഒരു പേജിൻ്റെ അകത്ത് എത്ര മിസ്റ്റേക്സ്? 0 മിസ്റ്റേക്സ്, 1 മിസ്റ്റേക്സ്, 2, 3, 4, 5 തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് പേജസ് 0 മിസ്റ്റേക്സ് ഉണ്ടായിരിക്കുന്നത് 142. അതായത് അർത്ഥം എന്താ? ഒറ്റ മിസ്റ്റേക്സും ഉണ്ടാക്കാത്ത എത്ര പേജസ് ഉണ്ട്? 142 പേജസ് ഉണ്ട് അല്ലേ. ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് 156 പേജസ് ഉണ്ട്. 2 മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് 69 പേജസ് ഉണ്ട്. 3 മിസ്റ്റേക്സ് ഉണ്ടാക്കിയത് 27 പേജസ് ഉണ്ട്. 4 മിസ്റ്റേക്സ് ഉണ്ടാക്കിയത് 5 പേജസ് ഉണ്ട്. 5 മിസ്റ്റേക്സ് ഉണ്ടാക്കിയ എത്ര പേജസ് ഉണ്ട്? ഒരു പേജ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഒബ്സർവ് ഫ്രീക്വൻസി ടേബിൾ തരും. നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണം. അപ്പോൾ നമ്മൾ ആദ്യം എം കാണണം. ഈ എം എന്ന് പറയുന്നത് ആവറേജ് ആണ് നമുക്ക് അല്ലേ. അപ്പം മീൻ കാണണം. ഇവിടുത്തെ വാല്യൂസ് തന്നിട്ടുണ്ട്. അത് 0, 1, 2, 3, 4, 5 നമ്മൾ എഴുതി വെച്ചു. ഇനി ഫ്രീക്വൻസീസ് എത്ര തവണ ആവർത്തി വന്നു? 0 മിസ്റ്റേക്സ് 142 പേജിലാണ് വന്നിരിക്കുന്നത്. ഒരു മിസ്റ്റേക്ക് ഉള്ളത് 186 പേജ്. അതൊക്കെ ഫ്രീക്വൻസി എഫ്. അപ്പോൾ എക്സും എഴുതി എഫും എഴുതി. 142, 156, 69, 27, 5, 1 എഴുതി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് മീൻ ആയതുകൊണ്ട് മീൻ കണ്ടുപിടിക്കാനുള്ള 2-3 ഫോമുലുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ സിഗ്മ എക്സ് ബൈ എൻ ആണ്. പക്ഷേ ഇവിടെ സിഗ്മ എക്സ് ബൈ എൻ എടുത്തുകൂടാ, കാരണം എന്താ? ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ എന്നാണ്. ഈ ക്യാപിറ്റൽ എൻ എന്താ? സിഗ്മ എഫ് ആണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് ആണ് നമ്മുടെ ഫോമുല വരിക അല്ലേ. അതാണ് നമ്മുടെ മീൻ കാണാനുള്ള ഫോമുല. മീനിനെ നമ്മൾ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുവച്ചാൽ മതി. അവസാനം എക്സ് ബാറിനെ നമ്മൾ എം ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ പി ഡിയിൽ നമ്മുടെ ഫോമുലയിൽ എക്സ് ബാർ അല്ല യൂസ് ചെയ്യുന്നത്, മീനിനെ നമ്മൾ എം എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില ബുക്കിൽ നമുക്ക് കെ എന്ന് കാണാം, ചില ബുക്കിൽ മ്യൂ എന്ന് കാണാം. അപ്പോൾ ഏതാണെങ്കിലും മീനാണ് അതൊന്നും മനസ്സിലാക്കണം. ഒന്നെങ്കിൽ സ്മോൾ എം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ മ്യൂ ക്യാപിറ്റൽ കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മ്യൂ. ഓക്കെ, മ്യൂ ഇസ് ദ ഗ്രീക്ക് ലെറ്റർ. അപ്പം ഒരു എം കുറച്ച് വര നീട്ടിക്കഴിഞ്ഞാൽ അത് മ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്, ഞാൻ ചുമ്മാ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ എക്സ് എഫ് എഫ് എക്സ് കാണാം. എക്സ് എഫും തന്നിട്ടുണ്ട്. എഫ് എക്സ് എങ്ങനെ കാണും? ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ചെയ്യുക. അതായത് 0 ഇൻറ്റു 142 ദാറ്റ് ഇസ് 0, 1 ഇൻറ്റു 156 ദാറ്റ് ഇസ് 156, 2 ഇൻറ്റു 69 ദാറ്റ് ഇസ് 136, 3 ഇൻറ്റു 27 ദാറ്റ് ഇസ് 81, 4 ഇൻറ്റു 5 20, 5 ഇൻറ്റു 1 5. ഇനി ഇതെല്ലാം കൂടെ സിഗ്മ എഫ് എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 400 കിട്ടുന്നു. സിഗ്മ എഫ് കൂട്ടിക്കഴിഞ്ഞാൽ 400 കിട്ടുന്നു. നമ്മുടെ ഫോമുല എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എക്സ് 400 ആണ്. 400 ബൈ 400. സിഗ്മ എഫ് 400 ആണ്. ഓക്കെ, അപ്പോൾ 400 ബൈ 400 1 എന്ന് പറയുന്നത് ആരാണ്? ഒന്നുകിൽ മ്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓരോ ബുക്കുകളിൽ ഓരോ പോലെ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എം ആണ്. അപ്പോൾ മീനിന് നമ്മൾ എം എന്നാണ് യൂസ് ചെയ്യുന്നത്. ആവറേജ്.
അപ്പോൾ എം കിട്ടിയിരിക്കുന്നത് 1 ആണ്, നമുക്ക് കിട്ടി എം 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോമുലയിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഫോമുല നമുക്കറിയാം, ഫിറ്റ് എ ബി ഡിൻ്റെ ഫോമുല നമുക്കറിയാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്ന ഫോമുല എന്താണ്? n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ, അതായത് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. അപ്പം നമുക്ക് n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ അതാണ് സിഗ്മ എഫ് ആണ്, ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ക്യാപിറ്റൽ N എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 400 ആണ് അല്ലേ. സിഗ്മ എഫ് എത്രയാണോ അത് തന്നെയാണ് ക്യാപിറ്റൽ N, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇ റേസ് ടു മൈനസ് എം, ഇൻ്റെ വാല്യൂ അറിയാൻ 2.718, അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ഇ നടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ വരും കേട്ടോ. ഇതിൻ്റെ അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ 2.718 വരും. അങ്ങനെ റേസ് ടു മൈനസ് എം എന്താ? ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 1 ആണ്. പിന്നെ എം ഇൻറ്റു എം എന്ന് പറയുന്നത് 1 ആണ്. റേസ് ടു ആർ എത്ര എണ്ണം വേണമെങ്കിൽ വരാം, എത്ര? 0 മുതൽ 5 ട്രയൽസ് ആണുള്ളത് കിടക്കുകയാണ്. ഫോമുല നമ്മൾക്കറിയാം, n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഞാനിവിടെ ആറിന് ഒരു കള്ളി, പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു ആറിന് മറ്റൊരു കള്ളി, നെക്സ്റ്റ് കോളം n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ. n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. നമ്മൾ അതിനുള്ള ആ ഫോമുലയിൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇനി നെക്സ്റ്റ് കാണുന്നത്. അതായത് ആറ് 0 1 2 3 4 5 n എന്ന് പറയുന്നത് നമുക്കറിയാം 400 ആണ്. അതിനാദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ കണ്ടുപിടിക്കുക, പിന്നെ n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ. ഇതാണ് എന്ത്? തിയറട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്, n ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ആണ് അല്ലേ. നേരത്തെ നമ്മൾ ബി ഡിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം 0 1 2 3 4 5 ആർ എഴുതി. പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ എങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇ റേസ് ടു മൈനസ് എം, നമ്മളെ ഫോമുല എന്താണ്? ഇ റേസ് ടു മൈനസ് എം റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. വേർ എം അത്ര നമ്മൾ കണ്ടുപിടിച്ചത് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. 1 റേസ് ടു 0, ഇൻ നമ്പർ റേസ് ടു 0 ഇസ് 1 ആൻഡ് 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ 1 എനി നമ്പർ, ഏത് നമ്പർ റേസ് ടു 0, എനി പോസിറ്റീവ് നമ്പർ റേസ് ടു 0 ഇസ് 1 ആൻഡ് 0 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1. ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പം ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് 1ൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 1 ആവും. അപ്പോൾ 1 ബൈ 1 ആവും. ഇ റേസ് ടു മൈനസ് 1ൻ്റെ വാല്യൂ എത്ര? 0.3679. ഇനി നമ്മൾ ക്യാപിറ്റൽ N, അതായത് 400, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് n ഇസ് ഈക്വൽ ടു 400 ആണ്. അപ്പോൾ 400 ഇൻറ്റു 0.3679, ദാറ്റ് ഇസ് 147 അപ്രോക്സിമേറ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പം നമുക്ക് അപ്രോക്സിമേറ്റ് അല്ലാതെ നമുക്ക് കുറേ ഒരു പോയിൻറ്റിന് ശേഷം കുറേ ഡിജിറ്റ് ഉണ്ടാവും. നമ്മളത് അപ്രോക്സിമേറ്റ് ആയിട്ട് 147 എടുത്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് 1, r ഇസ് ഈക്വൽ ടു 1 ആകുമ്പം ഇ റേസ് ടു മൈനസ് 1 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ, അതായത് 0.3679 ഇൻറ്റു 1 ബൈ 1 വരും. കാരണം 1 റേസ് ടു 1ഉം 1 ആണ്, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 0.3679 എന്ന് വരും. അപ്പോൾ 400 ഇൻറ്റു 0.3679 അഗെയിൻ 147 വരും. ഇനി 2 മിസ്റ്റേക്സ് ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് 1 റേസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ ആവും. അതായത് 0.3679 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 2 തന്നെ വരും, ദാറ്റ് ഇസ് 1 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു അത് രണ്ടും കൂടെ, അതായത് 0.3679 ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 0.1839. അപ്പോൾ അതവിടെ 400 ഇൻറ്റു 0.1839 ചെയ്തപ്പോൾ 74 കിട്ടി. അതേപോലെ അടുത്തത് 3 കൊടുക്കുമ്പോൾ നമ്മൾ ഇ റേസ് ടു മൈനസ് 1 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ അതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.0613 കിട്ടും. അതിന് ഇൻറ്റു 400 ചെയ്താൽ 25 കിട്ടും. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മുഴുവൻ. 0.3679 ഇൻറ്റു 1/4 വന്നു, 0.0153 വരും, 0153 വരും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 ഇൻറ്റു 0.0153 ചെയ്താൽ 6 കിട്ടും. 5ന് അതുപോലെ 0.3679 ഇൻറ്റു 1/5. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഇത് ഇപ്പം n ഓഫ് P0 കാണണം എന്ന് വിചാരിച്ചോ. അപ്പോൾ n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം ആണ്. n ഓഫ് P1 ഫസ്റ്റത്തെ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് വരുമ്പോൾ n ഓഫ് P0 എത്രയാണോ n ഓഫ് P0 ഇൻറ്റു മ്യൂ ബൈ 1 വരും. m എത്രയാണോ m ബൈ 1 വരും. പിന്നെ അടുത്തത് n ഓഫ് P2 ആണെങ്കിൽ നമുക്ക് n ഓഫ് P1 ഇൻറ്റു m ബൈ 2 വരും. n ഓഫ് P3 ആണെങ്കിൽ നമുക്ക് വരിക n ഇൻറ്റു P2 ഇൻറ്റു m ബൈ 3 വരും. ഈ ഒരു ഫോമാറ്റിലാണ് പിന്നെ ചെയ്ത് കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾക്ക് നിർബന്ധമില്ല, ആ ഫോമുലയിൽ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ ഷോർട്ടാക്കി എഴുതിയേക്കാം. അതായത്
ഫസ്റ്റ് ആദ്യം n ഇൻറ്റു e⁻m കാണുക, പിന്നെ ആ കിട്ടിയ ആൻസർ ഇൻറ്റു m/1 ചെയ്യുക, പിന്നെ ഇവിടെ കിട്ടിയ ആൻസർ ഇൻറ്റു m/2 ചെയ്യുക, നെക്സ്റ്റ് ഇവിടെ കിട്ടിയ ആൻസർ ഇൻറ്റു m/3 ചെയ്യുക. അങ്ങനെ അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇത് വേഗം എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. എളുപ്പത്തിൽ ഈ ഒരു മെത്തേഡും ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡ്, ദാറ്റ് ഈസ് 0.3679 ഇൻറ്റു 1² എന്ന് പറഞ്ഞാൽ 1/2 ഫാക്ടോറിയൽ. അപ്പം അടുത്തതാണെങ്കിൽ e⁻−1 ഇൻറ്റു 1/3/3 ഫാക്ടോറിയൽ. അങ്ങനെ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാല്യൂസ് കിട്ടി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി 147, 147, 74, 25, 6, 1. അത് ആഡ് ചെയ്താൽ 400 കിട്ടും. ഇനി നിങ്ങൾക്ക് ചിലപ്പം ചില കേസസിൽ ഈ 400 നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണോ അത് തന്നെ ഇവിടെ ആൻസർ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ചിലപ്പം അപ്രോക്സിമേറ്റ് എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ അത് 399 ഒക്കെ കിട്ടുള്ളൂ, പിന്നെ 398 ആവും, ചിലപ്പോൾ 401 കിട്ടിയും വരും. അത് നമ്മുടെ പോയിന്റ് കാൽക്കുലേഷൻ, അതായത് ഡെസിമൽ കാൽക്കുലേഷൻ വരുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് അങ്ങോട്ട് വരുന്നതാണ്. അത് നിങ്ങൾ അപ്രോക്സിമേറ്റ് ആക്കി റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി. എന്തായാലും ആൻസർ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ആ രീതിയിലേക്ക് എത്തിച്ചാൽ മതി. ഓക്കെ, അപ്പം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണ്? 147, 147, 74, 25, 6 ആൻഡ് 1. ഇത്രയും ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ശരിക്കും ഒബ്സർവ് ഫ്രീക്വൻസി എന്താണ്? 142. 0 മിസ്റ്റേക്സ് ഉള്ളത് 142 ആണ്, 1 മിസ്റ്റേക്ക് ഉള്ളത് 156 ആണ്, 2 മിസ്റ്റേക്ക് ഉള്ളത് 69 ആണ്, 3 മിസ്റ്റേക്ക് ഉള്ളത് 27 ആണ്, 4 മിസ്റ്റേക്ക് ഉള്ളത് 5 ആണ്, 5 മിസ്റ്റേക്ക് ഉള്ളത് 1 പേജ് ആണ്. ഇതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഇത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞെങ്കിൽ ഈ ഫോർമുലയിൽ ഇട്ടാൻ കൊടുത്താൽ മതി. അപ്പം ആവറേജ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് ഒക്കറൻസ് ഓഫ് ദ ഫ്രീക്വൻസീസ്. നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസീസ് വരേണ്ടത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഓക്കെ, നമുക്ക് ശരിക്കും വന്നത് ഇങ്ങനെയാണ്, നമ്പർ ഓഫ് പേജസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, മിസ്റ്റേക്സ് ഇത്രയും പേജസിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എക്സ്പെക്റ്റഡ് ഇതാണ് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും, പിന്നെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണം. ശരി, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്.